എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച LD ക്ലർക്കിനുള്ള എക്സാമിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയല്ലാത്തത് ഏതാണ്? അവർ കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഇതില് തെറ്റായത്, അതായത് പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ സി ആണ്. അതായത് കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിബായിയുടെ ചില ഭരണ പരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. മൃഗബലി നിരോധിച്ചു. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. ആൻസർ ബി ആണ്. അതായത് മൃഗബലി നിരോധിച്ചു എന്നുള്ളത് ആദ്യം, പിന്നെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി എന്നുള്ളത്, പിന്നെ പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു, പിന്നെ എന്താണ്, തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിന്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. ഹക്കിം അജ്മൽ ഖാൻ, അബ്ദുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി, വല്ലഭായ് പട്ടേൽ. ആൻസർ ഡി ആണ്. എങ്ങനെയാണ്? ഹക്കിം അജ്മൽ ഖാൻ എന്നുള്ളത് ഏതുമായിട്ടാണ്? 1921. പിന്നെ എന്താണ്? അബ്ദുൽ കലാം ആസാദ് 1923. പിന്നെ മഹാത്മാഗാന്ധി 1924. പിന്നെന്താണ്? വല്ലഭായ് പട്ടേൽ 1931. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പത്രങ്ങളും അതിന്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്, ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേ, മിറാത്ത് ഉൽ അക്ബർ ഫിറോസ് ഷാ മേത്ത. ഏതാണ് തെറ്റായിട്ടുള്ളത്? ആൻസർ ഡി ആണ്. മിറാത്ത് ഉൽ അക്ബർ എന്നുള്ളത് ഫിറോസ് ഷാ മേത്ത എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അവകാശവാദം. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായി പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണമായിട്ട് പറയുന്നത്, USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കുവാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ആൻസർ ബി ആണ്. അതായത് അവകാശവാദവും കാരണവും ശരിയാണ്, പക്ഷെ എയുടെ കാരണമല്ല ആർ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തിമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ്? പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 150-ാം എപ്പിസോഡായിരുന്നു ഇത്. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. സ്വച്ഛ ഭാരത് തീം ഒരു കല ആയി ചിത്രീകരിച്ചത് അവിടെ പ്രദർശിപ്പിച്ചു. 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. ആൻസർ എ ആണ്. 1ഉം 4ഉം ആണ്.
തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത്? ആൻസർ ഡി, ഉത്കൽ സമതലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെസ്റ്റർലീസിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ സി ആണ്. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസ് ആയി വീശുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായുവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ആൻസർ എ, ഡോബ്സൺ യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ആന്തരിക ഘടനയെ കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നതാണ്. മൊഹോറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. പുറന്തോടിന്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. ആൻസർ എ ആണ്. 1ഉം 3ഉം ആണ് യഥാർത്ഥ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? ആൻസർ സി, കോതയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ആൻസർ ബി, എക്സ്പോസാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരി? വ്യാവസായിക വികസനത്തിന്റെ ഉത്തേജകങ്ങൾ മൂലധനം, എന്റർപ്രൈസ് മാനേജ്മെന്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സംരംഭകർക്ക് ഇടത്തരം, ദീർഘകാല, ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുന്നു, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിന്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. ആൻസർ സി ആണ്. 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. ആൻസർ ഡി, എസ് ആൻഡ് ഡി പെട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കാർഡുകളിലേക്കും UPIകളിലേക്കും പണം അടയ്ക്കാം. ഒരു പൊതു ആപ്ലിക്കേഷൻ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത്. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകളുള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. ആൻസർ എ ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഏകദേശം 20%, 5% മുതൽ 15% വരെ, 20%-ത്തിലധികം. ആൻസർ ബി ആണ്. ഏകദേശം 20%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ആൻസർ എ, ചെല്ലയ്യ കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം? ആൻസർ സി, സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്?
ആൻസർ ഡി ആണ്. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ആർട്ടിക്കിളുകൾ തന്നുണ്ട്. ആർട്ടിക്കിൾ 356 എന്നുള്ളത് എന്താണ്? സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം അല്ലെ. പിന്നെ ആർട്ടിക്കിൾ 325 എന്താണ്? സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. അപ്പൊ ഏതാണ്? ഇതെല്ലാം ശരിയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ തന്നെയാണ് യോജിപ്പിക്കേണ്ടത്. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം, 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന, 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം കൂറുമാറ്റ വിരുദ്ധ നിയമം. ശരിയായി യോജിക്കുന്നത് തിരഞ്ഞെടുക്കുക. ആൻസർ സി ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും എല്ലാ സീറ്റുകളിലെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവെച്ചിരിക്കുന്നത്? ആൻസർ എ ആണ്. ഭരണഘടന 106-ാം ഭേദഗതി നിയമം 2023. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അയച്ചു നോക്കാം. ആൻസർ ബി ആണ്. ഭരണഘടനയുടെ 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെന്റിന്റെ മാനേജർ കഴിവുള്ള 2ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KASന്റെ ലക്ഷ്യം. KASൽ KAS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KAS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. KASൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസ് ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കണം. ആൻസർ സി ആണ്. ഇവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1957 കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു? ആൻസർ ഡി ആണ്. കുടിയാന്മാർ, കുടിക്കിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ.
ശരിയായിട്ടുള്ളത് എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷിന്റെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. ആൻസർ ബി ആണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ സി ആണ് ശരിയല്ലാത്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി ഇത് വർത്തിക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ആൻസർ എ 2005. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ചേരുംപടി ചേർക്കുക. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ, ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ, ആർട്ടിക്കിൾ 243A, ആർട്ടിക്കിൾ 243K. ആൻസർ ഏതാണ് വരിക? ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ എന്നുള്ളത് PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയാണ്. നെക്സ്റ്റ്, ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ എന്നുള്ളത് ഏതാണ്? മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. അപ്പൊ ഇത് ഇങ്ങനെയാണ്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 243A എന്നുള്ളത് എന്താണ്? ഗ്രാമസഭയാണ് അല്ലെ. ആർട്ടിക്കിൾ 243K എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ ഏതാണ് ആൻസർ നോക്കൂ. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ആൻസർ സി ആണ്, കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കുവാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ആൻസർ എ ആണ്, മാൻഡമസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PMKSY ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. ആൻസർ ബി, ജലസംരക്ഷണ മാനേജ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? MGNREGA 2005 ആരംഭിച്ചു. പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. പിന്നെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. ആൻസർ സി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണ്? ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലേഗിന്റെ കാര്യത്തിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരി? യെർസിനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത്. അതിന്റെ വാഹകർ ചെള്ളുകളാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. ആൻസർ ഡി ആണ്, 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? നിലവിലുള്ള PHCകളെ FHCകളാക്കി ഉയർത്തുവാനാണ് ഇത് ലക്ഷ്യമിടുന്നത്.
കേരളത്തിലെ എല്ലാ ആളുകൾക്കും COVID-19 വാക്സിൻ നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. NCD-CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകുവാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ആൻസർ എ ആണ്. 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻജിയോജെനസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഡി. ആൻസർ ബി ആണ്. പുതിയ രക്തക്കുഴലുകളുടെ വികസനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരി? ആൻസർ സി. വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നു. ഇത് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. മോശം ഭക്ഷണശീലങ്ങൾ, ശാരീരിക നിഷ്ക്രിയത്വം, അസ്വസ്ഥമായ ജൈവ ഘടികാരം, തെറ്റായ ശരീരഭാരം. ഭാവമാവാൻ സാധ്യതയില്ല കേട്ടോ. ആൻസർ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. ആൻസർ എ. നെഗ്ലേറിയ ഫൗലേറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? COVID-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ഒറ്റപ്പെടൽ എന്നാൽ മറ്റു ആളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കും. ആൻസർ സി ആണ്. ബോത്ത് 1 and 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോൺ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് നൽകുന്ന പേര് എഴുതുക. ആൻസർ എ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിന്റെ ഘടക നിറങ്ങളിലേക്ക് വിശദീകരിക്കുന്ന പ്രതിഭാസം ഡാഷ് ആണ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ്. വിസരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക വികിരണങ്ങൾ? ആൻസർ എ. ഇൻഫ്രാറെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ആദിത്യ L1ൽ ഉപയോഗിക്കുന്ന റോക്കറ്റ്. ആൻസർ സി. PSLV C-57. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ ബോണ്ടിങ് സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് ശരി? ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലന്റ് ബോണ്ടിങ് രൂപപ്പെടുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ കോർഡിനേറ്റ് ബോണ്ടിങ് രൂപപ്പെടുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിങ് രൂപപ്പെടുന്നു. ശരിയായിട്ടുള്ളത് സി ആണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ സി ആണ്. ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസസ്വഭാവങ്ങളുണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങളുണ്ടെങ്കിൽ ലായകത കുറവാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയമല്ലാത്ത ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ആൻസർ സി ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താലിബൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്. ആൻസർ ഡി, ഡാനിഷ് സിദ്ദിഖി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡിക കണ്ടെത്തുക. കൂടിയാട്ടം മണി മാധവ ചാക്യാർ, മോഹിനിയാട്ടം മൂഴിക്കൽ പങ്കജാക്ഷി, കേരള നടനം ഗുരു ഗോപിനാഥ്. ശരിയായ ജോഡികൾ. ആൻസർ സി ആണ്. 1, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. ഭീമൻ രണ്ടാമൂഴം, മുജീബ് ആടുജീവിതം, ചേതന ആരാച്ചാർ, അപ്പു ഓടയിൽ നിന്ന്. ആൻസർ ബി ആണ്. 1, 3 ആണ് ശരിയായി പൊരുത്തപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഴുത്തുകാരന്റെ യഥാർത്ഥ പേര് അവരുടെ തൂലിക നാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക. നന്ദനാർ പി സി രാമചന്ദ്രൻ, ആനന്ദ് കെ സച്ചിദാനന്ദൻ, ടി ഉബൈദ് അബ്ദുൾ റഹ്മാൻ, വിലാസിനി എം കെ മേനോൻ. വിലാസിനി എം കെ മേനോന് തന്നെയാണ്. അപ്പൊ 4 അതാണെന്ന് പറയാം. പിന്നെ ഏതാണ് ടി ഉബൈദ് അബ്ദുൾ റഹ്മാൻ എന്നുള്ളത്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. പോളോ, റഗ്ബി, വോളിബോൾ, ബേസ്ബോൾ. ആൻസർ എ ആണ്. അതായത് പോളോ എന്നുള്ളത് 4, റഗ്ബി 15, വോളിബോള് 6, ബേസ്ബോള് 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. മോക്ഷപ്രദീപം, ആത്മവിദ്യ, അധവിദ്യ ലേഖമാല, ബ്രഹ്മ സങ്കീർത്തനം. ആൻസർ ഡി ആണ്. 1, 4 ആണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ. മോക്ഷപ്രദീപവും ബ്രഹ്മ സങ്കീർത്തനവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. ഫാത്തിമ ബീവി, മിഥുൻ ചക്രവർത്തി, സീതാറാം ജിൻഡാൽ, ഉമാശങ്കർ പാണ്ഡെ. ആൻസർ സി ആണ്. ഉമാശങ്കർ പാണ്ഡെ എന്നുള്ളതാണ് തെറ്റായ ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിന്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ആൻസർ ഡി, ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഹബ്ബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. ഗേറ്റ്വേകൾ ഡാറ്റ ലിങ്ക് ലെയർ മാത്രം പ്രവർത്തിപ്പിക്കുന്നു. ആൻസർ എ ആണ്. 1, 2 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CSV ഫയലുകളിൽ മൂല്യങ്ങളെ
വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. ആൻസർ ബി, ഡിലിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്ന ISRA ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ചേർന്ന് കേരള പോലീസിന്റെ സംരംഭം ഡാഷ് ആണ്. ആൻസർ സി, കിഡ് ലവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഇതിന് വളരെ ഉയർന്ന ലേറ്റൻസി ഉണ്ട്. സെക്കൻഡിൽ 20 ഗിഗാബൈറ്റ് വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗത. ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. ആൻസർ ബി ആണ്, 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം. ആൻസർ ബി ആണ്, വിവരത്തിനായി അഭ്യർത്ഥന നടത്തുന്ന പൗരൻ ഒഴികെയുള്ള ഒരു വ്യക്തി കൂടാതെ ഒരു പൊതു അധികാരവും ഉൾപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2015 ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ കരുതലും സംരക്ഷണവും നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവനൈൽ എന്നതിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഡി, 18 വയസ്സിന് താഴെയുള്ള കുട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമപ്രകാരം രൂപീകരിച്ച ട്രൈബ്യൂണൽ മുൻസിഫ് മജിസ്ട്രേറ്റിന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അധ്യക്ഷനാവും. ഏതെങ്കിലും മുതിർന്ന പൗരനോ രക്ഷിതാവിനോ ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവിനാൽ വിഷമം ഉണ്ടായേക്കാം. ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം. നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രിബ്യൂണലിനു മുമ്പാകെ ഒരു നടപടിയിലെ ഒരു കക്ഷിയെയും നിയമ പ്രാക്ടീഷണർമാർ പ്രതിനിധീകരിക്കുന്നതല്ല. ആൻസർ എ ആണ്, 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റഫർ ചെയ്ത വിഷയത്തിൽ ഏതെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. ലോകായുക്ത അതിന്റെ പ്രവർത്തനങ്ങളുടെ പ്രകടനത്തെക്കുറിച്ചുള്ള ഏകീകൃത റിപ്പോർട്ട് എല്ലാ വർഷവും സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ലോകായുക്ത നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി അന്വേഷണത്തിനും വിചാരണയ്ക്കും വേണ്ടി ലോകായുക്ത എന്നറിയപ്പെടുന്ന ഒരാളെ കേരള മുഖ്യമന്ത്രി നിയമിക്കും. ആൻസർ സി ആണ്, 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധനം പരിഹാരം നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? പ്രിസൈഡിംഗ് ഓഫീസറും ഇന്റേണൽ പരാതി കമ്മിറ്റിയിലെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തെ കൂടാത്ത പദവി വഹിക്കും. സീനിയർ തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരിക്കേണ്ട ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യും. പീഡനത്തിനെതിരായ ഏതൊരു സ്ത്രീക്കും കഴിഞ്ഞ സംഭവം നടന്ന തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ ജോലി സ്ഥലത്തെ ലൈംഗികാതിക്രമം സംബന്ധിച്ച് ആന്തരിക പരാതി കമ്മിറ്റിക്ക് പരാതി നൽകാം. ആൻസർ എ ആണ്, 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടന 105 ഭേദഗതി നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി?
ആൻസർ ബി ആണ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുവാനും പരിപാലിക്കുവാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.